ബീനമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ചെറിയ ഫാം വീഡിയോ എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ആളെ പരിചയപ്പെടുത്താം. ടാങ്കിൽ നെറ്റൊക്കെ ഇട്ട് മൂടിയിട്ടിരിക്കുക, ഇല്ലെങ്കിൽ കൊക്കിൻ്റെ ശല്യം, കാക്കയുടെ ശല്യം, പക്ഷികളുടെയൊക്കെ ശല്യം ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ടാങ്കെല്ലാം ഇങ്ങനെ നമ്മൾ നെറ്റിട്ട് മൂടിയിട്ടേക്കും. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയാലേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. എന്താണ് പേര്? സോബി. അപ്പോൾ ഇത് സ്ഥലം എവിടെയാണ്? വൈക്കം തിരുവര റൂട്ട്, മോഴിക്കോട് ക്ഷേത്രത്തിന് മുൻവശം കൊണ്ടാണ്. അപ്പോൾ ഇത് എത്ര നാളായി സോബി ഇത് തുടങ്ങിയിട്ട്? ഏകദേശം ഒരു 10-12 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാ ഇത് ആദ്യം തുടങ്ങാനുള്ള പ്രേരണ വന്ന എങ്ങനെയാ? ആദ്യം കുട്ടികളൊക്കെ ഇവിടെ ചട്ടികളിലും പാത്രങ്ങളിലും ഒക്കെ എടുത്ത് തുടങ്ങി. അപ്പോൾ അത് കണ്ടപ്പോൾ അവരെ ഞാൻ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ സാധ്യതകൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട് ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു ബാങ്കുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ലോൺ എടുത്തു. ഇത് തുടക്കമിട്ടു. അപ്പോൾ ഇന്നിട്ട് ഇതുകൊണ്ട് എന്ത് നല്ല മെച്ചമൊക്കെ ഉണ്ടോ? എന്നിട്ട് ദിവസേന കുട്ടികളായിട്ടും പുറത്തു ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നീട് ബൾക്കായിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ലാഭമാണല്ലോ. ഒരു മാസം എന്നിട്ട് എത്ര രൂപയൊക്കെ വരുമാനം ഉണ്ടാവും? ഒരു 15 രൂപ, എത്രയെന്ന് പറയാൻ പറ്റില്ല, ഏകദേശം അതിന് മേളിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഇനിയുള്ള ബാക്കി വെറുതെ ഇരിക്കുന്ന വീട്ടിലെ സ്ത്രീകൾക്ക് സോബിയുടെ ഒരു ഉപദേശം എന്താണ്? ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. നമുക്ക് ഇപ്പോൾ പുറത്തേക്ക് പോയി ഒരു ജോലി നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ പോലും നമുക്ക് വീട്ടിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം. ഫിഷുകൾക്ക് എന്ത് ഫുഡാണ് സോബി കൊടുക്കുന്നത്? സാധാരണ സ്വന്തമായി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, അതോ ഇങ്ങനെ പുറത്തുനിന്ന് മേടിച്ചിട്ടാണോ കൊടുക്കുന്നതൊക്കെ? സ്വന്തമായി ഉണ്ടാക്കിയും കൊടുക്കുന്നുണ്ട്, പുറത്തുനിന്ന് പെല്ലറ്റ് ഫീഡും കൊടുക്കുന്നുണ്ട്. പെല്ലറ്റ് ഫീഡ് കൊടുത്താൽ പെട്ടെന്ന് വളർന്നു കിട്ടില്ല. ലൈഫ് ഫീഡ് കൂടി തയ്യാറാക്കി കൊടുക്കണം. കാരണം ഇപ്പോൾ 1 രൂപ പോലും ചിലവാക്കാതെ നമുക്ക് ലൈഫ് ഫീഡൊക്കെ ഇഷ്ടംപോലെ തയ്യാറാക്കാം. മുട്ട, അതുപോലെ മൊയിന ലൈഫ് ഫീഡാണ്. അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് നന്നായിട്ട് ഫിഷുകൾ വളർന്നു കിട്ടുന്നത്. അപ്പം നമ്മൾ ചിലവാക്കുന്നതിനേക്കാളും കൂടുതൽ വരുമാനം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് 1 രൂപ പോലും ചിലവാക്കാതെ കൾച്ചർ ചെയ്ത് ലൈഫ് ഫീഡ് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ വളരെ വലുതായി ഫിഷുകൾ വലുതായും കിട്ടും. നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ ചിലവുമില്ല. സോബി ഇങ്ങനെ ഓൺലൈനൊന്നും ഇല്ലല്ലോ? ഓൺലൈനായിട്ടൊന്നും ഓൺലൈനായിട്ട് ഫിഷ് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്ക് വരുന്നില്ല. പെൻഡിങ് ആയിട്ട് ഇവിടെ ഫിഷുകൾ കിടക്കുന്നില്ലല്ലോ. ശരി ശരി. ഫിഷുകൾ മീൻ എന്താണ് സോബി? റെഡ് പ്ലാറ്റി. ഇത് ഇത്രയൊക്കെ വലുതാവുള്ളൂ? അല്ല, ഇതിലും വലുതാവും. നല്ല ഭംഗിയുണ്ട്. 1 മാസം പ്രായമായി. നല്ല കളറും ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. സെയിൽ ചെയ്യാനായിട്ട് 2 ഐറ്റംസ് ഏത് സമയവും ഇവിടെ അവൈലബിൾ ആണ്. ഈ ടാങ്കിൽ കിടക്കുന്നത് പോളാർ ബ്ലൂ ആണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കോരി ഗ്ലാസ് ടാങ്കിൽ ഇട്ട് കാണും. ഇത് നല്ല വലുതാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല നീല കളറൊക്കെ അല്ലേ. ഇപ്പം നമ്മളെ കാണിക്കാൻ വേണ്ടി ഗ്ലാസ് ടാങ്കിൽ കോരിയിട്ട പോളാർ ബ്ലൂ ആണ്. ഇതിപ്പോൾ കൊടുക്കാനായിട്ട് കിടക്കുന്നതാണ് ഇതെല്ലാം. ഇത് പോളാർ വൈറ്റ് ആണ്. ഇത് ഫീമെയിൽ ആൻഡ് മെയിൽ. ഇതും അതുപോലെ തന്നെ വളരുന്നതാണ്? നന്നായിട്ട് വളരും. ഇനി ഇതിലും വളർച്ച കൂടുതലുണ്ടാവും. അതുപോലെ തന്നെയാണ് മറ്റേ ബ്ലൂ അതുപോലെ തന്നെ. അപ്പം ഈ കാണുന്നവർക്ക്, അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ ഇത് അറിയണമല്ലോ, അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. ഫീമെയിലിന് റെഡ് കളർ വീഴും. വയറിന്റെ ഭാഗത്ത് റെഡ് കളർ വീഴും. അപ്പൊ അതാണ് പെണ്ണ് അല്ലേ? പെണ്ണ്. ഓക്കെ. അപ്പൊ ഇത് ബ്രീഡാകുമ്പോ എന്തോരം കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കിട്ടും? 500-ലധികം കുഞ്ഞുങ്ങളെ കിട്ടും. ഇതിപ്പോ ആദ്യത്തെ ബ്രീഡ് ആയതുകൊണ്ട് നമുക്ക് അത്രയും പ്രതീക്ഷിക്കണ്ട. അപ്പൊ നമുക്കിത് എല്ലാത്തിനും നമുക്ക് സേഫ് ആക്കി എടുക്കാൻ പറ്റും. ഇത് പെയറാണെങ്കിൽ ഇങ്ങനെ കുഴലില് കയറി നിൽക്കുന്നതായി കാണാം. നമ്മൾ ശല്യം ചെയ്യാതിരുന്നാ മതി. ശല്യം ചെയ്ത് സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല. ശരി ശരി. ഇതിലെ എന്തൊക്കെയാ കിടക്കണ? ഇത് പ്ലാറ്റിനം റെഡിന്റെ മെയിലും ഫീമെയിലും ഉണ്ട്. ഇത് ജപ്പാൻ ബ്ലൂ ടൈല്. വെയിലായതുകൊണ്ടായിരിക്കും കാണാൻ പറ്റാത്തത്. എത്ര ദിവസം കൊണ്ട് ഇത് നല്ലപോലെ വളരും? 2.5 മാസം. അത് കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? കൊടുക്കാൻ പറ്റും. ഏത് ടൈപ്പാ ഇത്? ഇത് ക്രൗൺ ടൈലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒത്തിരി ഇവിടെ കിടപ്പുണ്ട് അന്നേരം. മെയിലിന്റെ ഇത് മെയിലാ അല്ലേ? ഇത് മെയിലാണ്. ഫീമെയിലാ? ഫീമെയിലുണ്ട്. ഫീമെയിലിന് ഇത്രയും ചിറകൊന്നും കാണിയല്ലേ? ഇല്ല, ചിറക് കുറവാ. ശരി.